ഓക്കെ ശരി. റെഡി സ്റ്റാർട്ട്. സ്റ്റാർട്ട്. അത്ര റെഡി? തുടങ്ങാം പോലെ എന്നാൽ തുടങ്ങാം. തലയിലിട്ട സാധനം മുടി തല ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇങ്ങനെ കറങ്ങിയിരിക്കുന്ന വിഗ് അല്ല, ഇത് മുത്ത് വെച്ചുണ്ടാക്കിയ ഉപകരണം. എവിടെയാ പഠിച്ചേ? കലാലയത്തില്. കലാലയത്തിന് പേരൊന്നുമില്ല. മുൻപ് പഠിച്ചിട്ടില്ല ഞാൻ. നേരെ കലാലയത്തിലേക്കായിരുന്നു. പഠിച്ചിട്ടില്ലേ? സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? സ്കൂളിൽ പഠിച്ചില്ല. വിദ്യാലയത്തില്. ഏത് വിദ്യാലയത്തില്? അങ്കണവാടി. ഓക്കെ, ബാക്ക് ബെഞ്ചിലാണോ ഫ്രണ്ട് ബെഞ്ചിലാണ് ഇരിക്കുന്നത്? ബാക്ക് ബെഞ്ചിലോ ഫ്രണ്ട് ബെഞ്ചിലോ ഇരിക്കുന്നത്? മുന്നിൽ മാത്രം ഇരിക്കാം. ഏത് മീഡിയം? കൂട്ടുകാരോ? മലയാളം. മലയാളം ഭാഷ. അതെന്തായിരുന്നു? പുസ്തകം. ഒറ്റ പുസ്തകം പഠിച്ചിട്ടുള്ളൂ. ഫേവറേറ്റ് ടീച്ചർ? വസന്ത ടീച്ചർ. Milma presents Fira Foods Celebrity Kitchen Magic Season 3 powered by അമൃതവേണി, KSFE and നമ്മുടെ രാമചന്ദ്രൻ. ചേച്ചി എവിടെ എങ്ങനെ വന്നേ രാവിലെ? വന്നതുണ്ടോ? ടെൻഷൻ ഉണ്ടോ? രാവിലെ ചേച്ചി ഇവിടെ രാവിലെ ഉണ്ടോ? എന്താ ഉള്ളേ പറയൂ. ടെൻഷൻ ഓക്കെ പോയിക്കോളൂ. സുഖം. എപ്പോൾ ചേച്ചി സ്കൂളിലാണ് പഠിച്ചേ? ഞാൻ പഠിച്ച സ്കൂള് സ്വന്തം ടീം ഔട്ടാക്കി. നമസ്കാരം. നമസ്കാരം. ഏത് ജിമ്മിലാ വർക്ക് ചെയ്യുന്നത്? ഞാൻ ശരീരം ഉണ്ടാക്കുന്ന ഒരു സ്ഥലം. അതെവിടെയാടാ? അത് എറണാകുളത്താണ്. എറണാകുളത്ത് രാവിലെ ജിമ്മിൽ രാവിലെ പോവും, വ്യായാമം ചെയ്യും. എന്തൊക്കെ വർക്കൗട്ടാണ് ചെയ്യാറ്? ഡയറ്റ് നോക്കാറുണ്ടോ? എന്റെ നെഞ്ചില് വ്യായാമം ചെയ്യും. അല്ല, വ്യായാമം ചെയ്യും. കാലിന് വ്യായാമം ചെയ്യും, കൈക്ക് വ്യായാമം ചെയ്യും. എന്നിട്ട് ഒരു 5 ഉപകരണങ്ങളുടെ പേര് പറഞ്ഞു. 5 എക്യുപ്മെന്റ്സ്. ജിമ്മില് ഇഷ്ടിക കഷ്ണം. ഞാൻ പോകുന്നത് ഒരു സാധാരണ വ്യായാമം ചെയ്യുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ഇഷ്ടികയുണ്ട്, കരിങ്കല്ലുണ്ട്, കട്ടയുണ്ട്. ട്രെയിനറുടെ പേരെന്താ? ട്രെയിനറുടെ പേരെന്താ? എന്നെ പരിശീലിപ്പിക്കുന്ന ആളുടെ പേര് പരിശീലകൻ. പേരില്ലേ? മുത്തു. മയില്. ഞാൻ പറയട്ടെ സഹോദരി, ഇഷ്ടപ്പെട്ട കറി ഏതാ? കോഴിക്കറി. വിഭവം എവിടെയെങ്കിലും ഹോട്ടലിൽ എഴുതി വെച്ചിട്ടുണ്ടോ? കോഴി റെഡി. അവസാനം കണ്ട സിനിമ ഏതാ? തുടരും. എവിടെയാ കണ്ടത്? സിനിമ കോട്ടയിൽ. സിനിമ സിനിമ അല്ല, ചേച്ചി പറഞ്ഞു കറി ഇംഗ്ലീഷ് അല്ല. കറി ഇംഗ്ലീഷ് അല്ല. ഇംഗ്ലീഷാണോ? കറി ഇംഗ്ലീഷ് ആണോ? എനിക്കറിയില്ല. പറഞ്ഞു ഞാൻ പറഞ്ഞു. നമുക്ക് അഭിപ്രായമൊന്നുമില്ലേ? എനിക്കറിയില്ല. എനക്കറിയില്ല. എനിക്കറിയില്ല. ചേട്ടൻ പറയും. ഇതിന് മേലെയുള്ളത് ഇത് ചെറിയ കമ്മൽ, വലിയ കമ്മൽ. എങ്ങനെയാ വന്നത്? എങ്ങനെയാ വന്നത്? കൂടെ നടന്നിട്ട് കാലൊന്നിട്ടില്ല, സ്വന്തം കാലിൽ നടന്നിട്ടിങ്ങനെ. ഇതാ പാദരക്ഷ. ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി പറഞ്ഞു. ഒരു ക്വാളിറ്റി. നല്ല സ്നേഹമാണ്. ഈ ചുണ്ടിലെന്താ? ചുവന്ന ചുവന്ന നിറം ചായം. ചുവന്ന ചായം. ഞാൻ വിട്ടുതരാം, പൊക്കോളാം. അങ്ങനെ തോന്നി സമ്മതിക്കരുത്. ഇന്നത്തെ ഡിഷ് ഇറച്ചി. കിച്ചൺ മാജിക്. സ്കൂളിന് എവിടെയായിരുന്നു? വിദ്യാലയം വിളയംകോട്. അതെവിടെയാണ് സ്ഥലം? ആലോചിക്കണേ. എവിടെയായിരുന്നു? കണ്ണൂര്. കണ്ണൂരിൽ എവിടെയാണ്? വിളയംകോട്. ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നോ മലയാളം മീഡിയം ആയിരുന്നോ? മലയാളം.
മലയാളം എന്താ എന്നെ കണ്ടറിഞ്ഞ മലയാളം സരയുവിന്റെ എന്താ ഉടുത്തേക്കണേ? ഉടുത്തിക്കുന്നോ? ഡ്രസ് ഇത് താഴെ ഇടുന്ന കളസം, ഇത് മേലെ ഇടുന്ന കളസം. രണ്ട് കളസം. എപ്പോഴും ഇങ്ങനെ സ്റ്റൈലിഷ് ആയിട്ട് നടക്കാനാണോ ഇഷ്ടം? പുതുമ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് എങ്ങനത്തെ ഡ്രസ്സുകൾ ചൂസ് ചെയ്യാറ്? അത്യാവശ്യം കണ്ണിന് ഇഷ്ടപ്പെട്ടതും കാഴ്ചക്കാർക്ക് ഭംഗിയേറുന്നതും. കണ്ണും കാഴ്ചയും പറഞ്ഞ സ്ഥിതിക്ക് ഈ ഫ്രെയിമൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്? എന്താ ചോദിച്ചേ? കണ്ണും കാഴ്ചയും പറയുമ്പോൾ വെച്ചിരിക്കുന്ന കണ്ണട ഏത് ഫ്രെയിമൊക്കെ എവിടെ നിന്നാണ് വാങ്ങിച്ചത്? ഞാൻ ഈ കണ്ണ് പരിശോധിക്കാൻ പോയ ആശുപത്രി ഹോസ്പിറ്റലിൽ 5 ഉപകരണങ്ങളുടെ പേര് പറഞ്ഞു. ഓക്കെ 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 കം ഓൺ. ഏത് സീരിയലിൽ അഭിനയിക്കുന്നത്? ഞാനാ മൗനരാഗം. കൺട്രോളുടെ പേരെന്താ? കൺട്രോളുടെ പേരെന്താ? ജോസ്. ചേച്ചിക്ക് സീരിയലാണോ സിനിമയാണോ ഇഷ്ടം? എനിക്ക് രണ്ടും ഇഷ്ടം. ഏതിലൊന്ന് പറ. അങ്ങനെ പറയാൻ പറ്റില്ല കുട്ടി. ഏതിന് കൂടുതൽ ദിവസം ചിലവഴിക്കേണ്ടി വരാറ്? ഞാനോ? ഞാൻ ഈ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മൗനരാഗത്തിൽ. അതെന്താ സിനിമയാണോ? അല്ല, പിന്നെ അതിങ്ങനെ നമ്മുടെ ഈ ഇങ്ങനത്തെ പെട്ടി ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ പെട്ടി എന്നൊക്കെ പണ്ട് പറയുമായിരുന്നു. ആ പെട്ടിയിൽ വൈകുന്നേരങ്ങളിൽ കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ആ അതന്നെ പരമ്പര. ആ പരമ്പരയാണ് ഇപ്പൊ കൂടുതൽ നിൽക്കുന്നത് ദിവസങ്ങൾ. അപ്പൊ എത്ര എപ്പിസോഡ് വരെയൊക്കെ പോകുന്നത്? അതിങ്ങനെ കുറെ പോകും. അല്ല, എന്റെ ആദ്യത്തെ പേര് നോക്കട്ടെ കേട്ടോ. ടീച്ചറുടെ പേരല്ല സീരിയൽ. അതന്നെ, നിങ്ങൾ ചോദിച്ചത് സോഷ്യൽ മീഡിയയിൽ സജീവമാണോ? അതിന്റെ ഇണക്കം പിണക്കം. ഫസ്റ്റ് ഷോട്ട് എത്ര ടേക്ക് പോയിട്ടുണ്ടാവും? ഓർമ്മയില്ലടാ. ഇല്ലടാ, എത്ര വർഷം? 36 വർഷമായതാ. ചേച്ചി ഒരു ലൊക്കേഷനിൽ കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ആരെയാണ്? സ്ക്രിപ്റ്റ് റൈറ്ററെയാണോ ഡയറക്ടറെയാണോ? രണ്ടുപേരെയും. ഒരാൾക്ക് രണ്ടുപേരെയും നമ്മൾ ചെയ്യണമല്ലോ. അങ്ങനെ ചേച്ചി ഇപ്പൊ വർക്കൗട്ട് ചെയ്ത് നല്ല മെലിഞ്ഞല്ലേ? ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ഒക്കെ എങ്ങനെയുണ്ട്? ആ, ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ രാവിലെ പോയിട്ട് ഇങ്ങനെ കസർത്തുകളൊക്കെ കാണിക്കുന്നു. അടുക്കളയില് ചേച്ചി ഉപയോഗിക്കുന്ന ഒരു 5 ഉപകരണങ്ങളുടെ പേര് പറയാമോ? ഉപകരണങ്ങൾ. കത്തി, പിന്നെ ഇലക്ട്രിക് ഉപകരണങ്ങളായിക്കോട്ടെ. സ്പൂണൊക്കെ ഉപയോഗിക്കും. ചൂടാക്കി എടുക്കാൻ സാധനത്തിനൊക്കെ സ്പൂൺ. അത് മറ്റേ തീ കൊള്ളുമ്പോഴേക്കും മറ്റേ നമ്മുടെ ഈ ആഗമന നിഗമന വൈദ്യുത ചാലകം ഇങ്ങനെ ഓൺ ചെയ്യുമ്പോണ്ട്. ഏതൊക്കെ രാജ്യങ്ങളിലാണ് പോയിരിക്കുന്നത്? പല രാജ്യങ്ങളിലും യാത്ര ചെയ്യാറുണ്ട്. എങ്ങനെ പോകുന്നത്? വിമാനത്തിൽ പോകും. ടിക്കറ്റ് എങ്ങനെ എടുക്കുന്നത്? ഓൺലൈൻ നമ്മൾ എടുക്കുക? ഇല്ല, എനിക്ക് തരും. ആര് തരും? സുഹൃത്തുക്കൾ തരും. സുഹൃത്തുക്കൾ. അതായത് സുഹൃത്തുക്കൾ കൊടുത്തു തരും. അങ്ങനെ വിസ പ്രോസസ്സിംഗ് ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ള എവിടെയാ? ഇല്ല, അങ്ങനെയില്ല. പൊതുവേ ആംഗലേയ ദേശങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു വിഷമം ഉണ്ടാകുന്നത്. പക്ഷെ എനിക്കങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫ്ലൈറ്റ് കയറുമ്പോൾ എങ്ങനെയാ? ഫസ്റ്റ് കാലുകൊണ്ട് ഇങ്ങനെ അങ്ങനെയല്ല, ആ കയറുന്നതിന് മുമ്പ് നമ്മൾ ക്യൂ ഒക്കെ നിൽക്കണ്ടേ? അതെങ്ങനെയാ? ഇല്ല, വരിയിൽ നിൽക്കുന്ന സമയത്ത് അവർ പറയും എന്താ വരിയിൽ നിൽക്കുന്നത്. അവിടെ ഈ വിമാനത്താവളത്തിൽ നമ്മൾ വരിയിൽ നിൽക്കും. അവിടെ നിന്നാണ് പറയും അവർ മുന്നോട്ട് പൊക്കോളാൻ പറയും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചവിട്ടി കയറും. ഈ യൂസ് വിസ ഉണ്ടോ? എത്ര വർഷമുണ്ട്? ഇനി എത്രയാണ്? ഇനി ഒരു 2 വർഷമുണ്ട്. 2 വർഷം ഉള്ളൂ. അപ്പോൾ ഏത് വർഷം എടുത്തത്? അതൊരു 10. ഏത് ഇയറിലാണ് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയത്? 2004. 2004 കഴിഞ്ഞല്ലോ. 10 വർഷമല്ലേ കിട്ടും? ഇല്ല, അത് 15-ന്റെ ആണ്. 10-ന്റെ ആണ്. അല്ല, ഈ ടഫസ്റ്റ് വിസ ഏതായിരിക്കും? അങ്ങനെയില്ല, മുകളിലേക്ക് പോകാനുള്ളതാണ് ഏറ്റവും ടഫസ്റ്റ്.
ചരട് ചരട് ചരട്. സാറേ രാവിലെ എങ്ങനെ വന്നേ? ഞാൻ ഇങ്ങോട്ട് നടന്നിട്ട് വന്നു. അല്ല എറണാകുളത്ത് നടന്നു വന്നോ? അല്ല ഇവിടെ അടുത്തായിരുന്നു താമസം. അതെ. അല്ല രാവിലെ എവിടെ നിന്ന് വന്നു? രാവിലെ അവിടെ നിന്നാണ് വരുന്നത്. അല്ല അതിനു മുന്നേ നമ്മളൊരു സ്ഥലം ഉണ്ടാവുമല്ലോ. ഉവ്വ്. എവിടെയായിരുന്നു? എറണാകുളം. എറണാകുളം. അവിടുന്ന് അവിടുന്ന് തീവണ്ടിയിൽ വന്നു. തീവണ്ടി. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്നു. തീവണ്ടി ഏത് സ്റ്റേഷനിൽ ഇറങ്ങിയത്? തിരുവനന്തപുരം. സാർ ഏതൊക്കെ ടൈം സ്റ്റേഷൻ കുറെ ഉണ്ടല്ലോ. എല്ലാത്തരം നൃത്തവും അത്യാവശ്യം. അതെ ഒന്ന് പറയാം ഏതൊക്കെ? ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചുപിടി, ഫോക്ക് ഡാൻസ്, സിനിമാറ്റിക്. നാടോടി നൃത്തം അറിയാം. ചലച്ചിത്ര ഗാനങ്ങൾക്കനുസരിച്ച് നൃത്തം ചെയ്യാൻ അറിയാം. ഏത് പ്രായത്തിലായിരുന്നു? ഞാൻ 6 വയസ്സ് മുതൽ. അല്ല സ്ഥാപനത്തിലാണോ വിദ്യാലയത്തിലാണോ പഠിച്ചത്? അല്ല നൃത്തം അഭ്യസിച്ചത് വേറൊരു സ്ഥാപനം. ഇന്റർവ്യൂസ് കൊടുക്കാറുണ്ടോ? വലിയ താല്പര്യമില്ല. ഡാൻസ് ടീച്ചറിന്റെ പേരെന്താ? ആദ്യത്തെ അധ്യാപികയുടെ പേര് രമ എന്നായിരുന്നു. പിന്നെ വിജയൻ എന്ന് പറഞ്ഞ മാഷ്ട കീഴിലാണ് ചേച്ചി പോസ്റ്റ് ആണോ റീലാണോ കൂടുതൽ ഇടുന്നത്? രണ്ടുമില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ അത്രയ്ക്ക് ശ്രദ്ധയില്ല. ഇല്ല. സിനിമ ഏതാ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട സിനിമ? അഭിനയിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സിനിമ അങ്ങനെയല്ലേ നമ്മുടെ വാമപ്പ് കഴിഞ്ഞു.